പേപ്പർ ആരും എടുത്തില്ലേ? ഇതേത് പേപ്പർ? ചുഴലിക്കാറ്റോ? ഇതിവിടെ ആര് വരുത്തുന്നത് എന്നുള്ള വാർത്തകള്. രുചിപ്പെരുമയിൽ സുരഭി പിക്കിൾസ്. ഭഗവാനെ, ഇവളുടെ ഫോട്ടോ പത്രത്തിൽ അച്ചടിച്ചു വന്ന. തൽക്കാലം ഇതിനി ഇവിടെ ഒരു ചർച്ചയാവട്ടെ. ഇനി ഇതാരും കാണില്ല മല്ലയ്യ. എന്താ ലക്ഷ്മി, എനിക്ക് ഓഫീസിൽ പോകണമെന്നുണ്ട്. എനിക്കിവിടെ തലകറങ്ങിട്ടിരിക്കാൻ പാടില്ല. നീ കാര്യം എന്തോന്ന് പറ. ഇതെടുത്ത് വായിച്ചു നോക്ക്. ഇതെന്തോ ഇരിക്കുന്നു? ഈ സപ്ലിമെന്ററി പേജ് എടുത്തൊന്ന് വായിച്ചു നോക്കാൻ. രുചിപ്പെരുമയിൽ സുരഭി പിക്കിൾസ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത രുചി പടർത്തിയ സുരഭി പിക്കിൾസ് മറ്റെല്ലാ അച്ചാറുകളെയും പിന്തള്ളി 1ാം സ്ഥാനം. ഇത് അമ്മയെ അറിയിക്കണമല്ലോ. വേണം. രുചിപ്പെരുമയിൽ സുരഭി പിക്കിൾസ്. ഇത് ഏത് പത്രം ഇത്? ഇതൊന്ന് ചുഴലിക്കാറ്റോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു പത്രമാണല്ലോ. അല്ല മാഡം, സാധാരണ ഇവിടുത്തെ ഈ ഗ്രോസറി ഷോപ്പിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഗ്രോസറി ഷോപ്പ്? ജി. അയ്യോ, നാഷണൽ ഡെയിലി വരെ പണം അങ്ങോട്ട് എണ്ണി കൊടുത്താ നമ്മുടെ ജാതകം അടക്കം അടിച്ചിങ്ങി വരും. അതമ്മ പറഞ്ഞത് സത്യം. അതാ ഞാൻ പറഞ്ഞത്. അമ്മ, ഇത് ഉറപ്പായിട്ടും അവന്റെ ബുദ്ധിയായിരിക്കും. അയ്യേ, ആ മണ്ടൻ തലയിൽ ഇതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലടാ. പക്ഷെ ഈ ഒരു റൈറ്റപ്പിലൂടെ അവരുടെ പ്രോഡക്റ്റ് ആളുകൾ ശ്രദ്ധിക്കാനിടയുണ്ട്. ഒരുപാട് വിധവകൾ പങ്കെടുക്കുന്ന ഒരു സംരംഭമാണല്ലോ. അയ്യോ, അത്തരത്തിൽ അതെ, ഈ ചന്ദ്രഹാസം പിക്കിൾ ഇറങ്ങിയതിന് ശേഷം എത്ര എണ്ണം വന്നു. ചന്ദാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദമാമ, ചന്ദനച്ചോല, അത് ഇത്, എന്നിട്ട് ചന്ദ്രകളഹം, എന്നിട്ട് ഇപ്പോഴും ചന്ദ്രഹാസം ഇവിടെ നിൽക്കുന്നു. പക്ഷെ അമ്മേ, ഇതിനെയൊക്കെ അവള് മറികടന്നാൽ പ്രശ്നമാണ്. മറികടക്കും. ഇങ്ങനെയാണ് പോക്കെങ്കിൽ അത് മറികടക്കും. നമ്മളൊരു പ്രോഡക്റ്റ് ആയാലും അതിന്റെ പരസ്യം ആവശ്യമാണ്. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിൽ നല്ല ടീമിനെ ഇവിടെ ഇറക്കി തരാമല്ലോ. കണ്ടോ? വേണ്ടായേ. വേണ്ടേ? അയ്യോ, 2-3 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ടീമിനെ കൊണ്ടുവന്ന് ഇദ്ദേഹം പരസ്യം എടുക്കാൻ. എന്നിട്ട് എന്താ ആയതറിയാവോ? ഒന്ന് പറയടാ. അതെ, 1 മിനിറ്റ് പരസ്യം എടുക്കാൻ വന്നവന്മാര് 13 എപ്പിസോഡുള്ള സീരിയലും എടുത്തോണ്ടാ ഇവിടുന്ന് പോയത്. എന്റെ കാശ് പോയത് മാത്രം മിച്ചം. അല്ല, അത് 13 എപ്പിസോഡ് നിർത്തിയല്ലേ ചേച്ചി? ചേച്ചിയുടെ കാര്യങ്ങൾ അതിൽ കൂടുതൽ കിടക്കല്ലേ? അത് മാഡം ജി, കൃത്യമായിട്ട് മാനേജ് ചെയ്യാത്തോണ്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നൊരു കാര്യം, മേനം പറഞ്ഞതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഒരു പരസ്യമൊക്കെ വേണം. അത് നമുക്ക് ആലോചിക്കാൻ പറ്റല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂർ ടീമിന് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. അതിനെക്കുറിച്ച് ഇനി ഒരു ആലോചന ഇല്ല. ഞാൻ പറഞ്ഞത് ഞാനും മാനേജരും കൂടെ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. എങ്കിൽ ചേച്ചി, ഈ ചുഴലിക്കാറ്റിന്റെ പിന്നില് പ്രതീക്ഷയാണോ എന്ന് ഞാനൊന്ന് ഗഹനമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ ചേച്ചി. ഓ അന്വേഷിക്കണം. മതിയാക്ക്. ഇപ്പൊ ഒന്ന് എന്തോ ചെയ്യുന്നു. പിന്നെ വേണ്ട, മതി. ടെൻഷൻ കൊണ്ടല്ല എന്റെ പൊന്നു മുത്തണ്ണ. അങ്ങനെന്നുണ്ടെങ്കിൽ ഞാൻ മനോട് ഉണ്ടായിരുന്നോ? മുത്തുവിനെ കാണാമെന്നായിരിക്കും. അല്ല, ഞാൻ ഇവനെ കാണാൻ മതിയോ? മുത്തു എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. പക്ഷെ ചില വാക്കുകൾ പറയുമ്പോൾ വിക്ക് വരും. ആ വാക്ക് പറയാതിരുന്നാ പോരെ? ചില സമയത്ത് ചിലടത്ത് ചില വാക്കുകൾ പറയേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചോളൂ. ഒപ്പിക്കും. അതെ. മോൻ രാവിലെ ഇത് അങ്ങോട്ട് പോകും. അവനെവിടെ പോകാനാ? രാവിലെ സ്വന്തം വീട്ടിൽ നിന്ന് കുളിച്ച് പല്ല് വെച്ച് സ്പ്രേ അടിച്ച് മുത്തുണ്ടായിട്ട് വീടിന്റെ അവിടെ പോയി നിൽക്കും. അത് എന്റെ ജോലി അല്ലടാ. മോനെ, ഞാൻ അറിഞ്ഞത്, ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും അറിഞ്ഞത്, മോനാണ് ഇപ്പൊ സുരഭി പിക്കിൾസ് നോക്കി നടത്തുന്നതാണല്ലോ. ആണോ? അല്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഇല്ലല്ലേ? സുരഭി പിക്കിൾസിനെ കുറിച്ച് ചുഴലിക്കാറ്റിൽ ഒരു റൈറ്റപ്പ് വന്നല്ലോ. നമ്മളറിഞ്ഞില്ല.
അറിഞ്ഞില്ല? അറിഞ്ഞില്ല? അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ല? ഇല്ല, ഞങ്ങൾ അറിഞ്ഞേ ഇല്ല. എന്താ റൈറ്റപ്പ്? വായിച്ചതുമില്ല. വായിച്ചാ പിന്നെ അറിയത്തില്ലേ? ആ സുരഭി പിക്കിൾസിനെ കുറിച്ച് ഇതിനകത്തൊരു റൈറ്റപ്പ് വന്നിരിക്കുന്നു. അതായതുണ്ടോ, വായിച്ചു നോക്ക്. ഒരാള് വായിക്കട്ടെ. മോനെ, സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഭർത്താവിനോടോ അടുത്ത കുടുംബാംഗങ്ങളോടാണല്ലോ ഒരു സ്ത്രീ പറയേണ്ടത്. മോനെന്ത് പറയുന്നു? ഞാൻ കല്യാണം കഴിച്ചിട്ട് പറഞ്ഞു. ഒറ്റത്തടി. ഈ മോൻ എന്ത് പറയുന്നു? ഓ, ഈ മോൻ കറക്റ്റ് ആണ് കേട്ടോ, നിന്റെ അടുത്ത് പറയണമായിരുന്നു. എനിക്ക് ഇതിനകത്ത് വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭർത്താവിനെ കുറിച്ചോ ഈ ചന്ദ്രഹാസം വീടിനെ കുറിച്ചോ ഇതിനകത്ത് ഒരു വാക്ക് പോലും പറയുന്നില്ല. മുത്തെന്ത് പറയുന്നു? അല്ല, ഞാനിപ്പം എന്തോന്ന് പറയാ, ഒന്നും പറയാനില്ല. ഇതാണെന്നേ, പണം വന്നു കഴിഞ്ഞാൽ ഭാര്യയായാലും അമ്മയായാലും അവരുടെ സ്വഭാവം മാറും. കോടികൾ അമ്മാനമാടിയിട്ടുള്ള കൈകളാണല്ലോ ഇത്. അതുകൊണ്ട് ഈ വ്യത്യാസം എനിക്ക് മനസ്സിലാവും. മോനെ, ഞാനീ പറഞ്ഞത്, ഇതിന്റെ പേരിൽ മോനിനെ അവിടെ ചെന്ന് സുരഭി എടുത്ത് വഴക്കിടാനും അവളുടെ തലമുടിക്ക് കുത്തിപ്പിടിക്കാനും കഴുത്തിന് കുത്തിപ്പിടിക്കാനും അടിയിടാനും ഒന്നും പോകണ്ട. എന്ത് പറ്റി? വേദന. അല്ല, ഈ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണല്ലോ ഈ പിക്കിളിന്റെ എക്കിളിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്. മുത്തു എന്ത് പറയുന്നു? നീ എന്തോന്ന് പറയാൻ, എല്ലാം പറയല്ലേ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇയാളുടെ പാര പുതിയതായിട്ട് മാറി. എവിടെന്ന് ആരെയും പാര വയ്ക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പുള്ളി അങ്ങ് പാര വയ്ക്കുക. അതാ സാധനം. നിർത്തിയാണ്. പൈസ എടുക്കളെ. എത്രയാണ്? 80. എന്നാ അപ്പൊ ശരിയെന്നാ, എല്ലാവർക്കും പറയണ എന്റെ മോളെ കണ്ടെന്ന് കേട്ടാ. പറയാം. ആ മനു, നാട്ടെ നോക്കിയാണ്, എവിടെ വാർത്തയുണ്ട് ഇതില്, ഫോട്ടോ ഉണ്ട്. വാർത്ത മാത്രല്ല, ഇന്റർവ്യൂ ഞങ്ങള് കണ്ടായിരുന്നു. കണ്ടാ മക്കളെ? കണ്ടു. ഇഷ്ടപ്പെട്ടു. അമ്മ കുറച്ച് പത്രം എടുത്ത് മഞ്ഞുന്റെ കൈ കൊടുത്താട്ടാ, കൂട്ടുകാരന്മാർക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഇല്ല വേണ്ട, ഞാൻ വേറെ കൊടുത്തോളാം. ഇല്ല വേറെ കൊടുത്തോളാം, ഇത് വേണ്ട. എന്നാ ശരി. ശരി. എവിടെ പോണ കിട്ടി? എവിടെ പോണ? എനിക്ക് ബിസിനസ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയൊരു മീറ്റിംഗ് ഉണ്ട് നാളെ. ഞാൻ പറഞ്ഞ കാര്യോ? എന്ത് കാര്യം? പിക്കിൾസ് കമ്പനിയിലും അണ്ണൻ വരുന്നത്. അമ്മയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഓ, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതുപോലെ ഗൗരവത്തിലൊന്നും ആയിരിക്കത്തില്ല. അത് മാത്രമല്ല, എനിക്ക് ഈ അടുക്കളയിലുള്ള കറി പൗഡർ, അച്ചാറ് ഇതുപോലത്തുള്ള അടുക്കള കച്ചവടത്തിന് താല്പര്യം. അതെ, ലക്ഷ്യങ്ങൾ എറിഞ്ഞ് കോടികൾ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ബിസിനസ്. അതെ, ലക്ഷ്യം വണ്ടിയെടുത്ത് പോകാം. ഇല്ല, പെട്രോളില്ല. പെട്രോളിലൊന്ന് കഴിഞ്ഞ ദിവസം അടിച്ചത്. അല്ല, അത് പിന്നെ 50 രൂപ അടിച്ചാലേ അങ്ങോട്ട് പോകത്തുള്ളൂ. എന്ത് കഷ്ടമാണ്. നീ സെൽഫ് അടിച്ചു നോക്കി? സെൽഫ് എടുക്കുന്നില്ല, അടിച്ചു നോക്ക്. ഒന്നൂടെ. അണ്ണന്റെ അക്കൗണ്ടിൽ ഞാൻ ഒരു 5000 ഇട്ടിട്ടുണ്ട്. കോളിൽ കിട്ടുമ്പോ തിരിച്ചു തന്നാ മതി. എല്ലാം കണക്കിൽ എഴുതി വെച്ചോ, എല്ലാം തരും കേട്ടോ. എല്ലാം തരും. ഇനിയിപ്പോ സ്റ്റാർട്ടായി. കൊച്ചമ്മ എന്തോന്ന് ആലോചിക്കുന്നത്? ചായ കുടിച്ചോണ്ടിരി. അല്ല, മാഡത്തിന്റെ മനസ്സേ ഇവിടെ എങ്ങുമല്ല. മാഡം ആദ്യമായിട്ട് ഈ ചുഴലിക്കാറ്റ് ഒടിച്ചു മടക്കി അവിടെ കാണും മാറ്റി വെക്കുക. ചുഴലിക്കാറ്റ് വീശയല്ലേ, മടക്കല്ലോ. എടാ, ചുഴലിക്കാറ്റ് ന്യൂസ് പേപ്പർ. അല്ല വേനേരെ, ഞാനേ ഇവിടെ ഉള്ള പലർക്കും കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കുന്നോന്നൊരു സംശയം. അതായത് കുടുംബമായാലും മാഡം ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നല്ലതാണ്. കറക്റ്റ്. അങ്ങനെ നോക്കുമ്പോഴേ
എത്രയും വേഗം എന്റെ ഒരു ഇന്റർവ്യൂ വരണം. ഇന്റർവ്യൂ എന്ത് കേട്ടിട്ടില്ലേ? ആ അല്ല, ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ എന്ന് പറയാൻ എന്താണെന്നറിയാം. പക്ഷെ എന്തോന്ന് പറഞ്ഞ് കൊടുക്കും? അയ്യാ, എന്തോന്ന് പറഞ്ഞു കൊടുക്കുമെന്ന്. അരിപ്പൊടി, അച്ചാറ്, ഗോതമ്പ് പൊടി എന്ന് വേണ്ട എത്ര കോടി ടേൺ ഓവർ ഉള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ മുതലാളിയാ ഞാന്. അതുപോലെ അച്ചാറ് കമ്പനിയുടെ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് കൊച്ചമ്മ. ഈ കൊച്ചമ്മണിയും സുരഭിയും കൂടെ ചെയ്ത ഇന്റർവ്യൂ ഇല്ലേ, അത് കണ്ടിട്ട് നമ്മൾ ബദലായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. എന്തായാലും ശരി, എന്റെ ഒരു ഇന്റർവ്യൂ വന്നേ പറ്റൂ. അതിനിപ്പോ അച്ചാറിന്റെ പേരിൽ അല്ലെങ്കിൽ എന്റെ പേര് വരണം. ഹൂ ഈസ് സുഹാസിനി എന്ന് ചോദിച്ചാലേ കൊച്ചു പിള്ളേർ വരെ എഴുന്നേറ്റ് പറഞ്ഞാണ്ട് നിൽക്കുന്ന പാതിന്ന്. അതൊക്കെ എന്ന് പറഞ്ഞാലേ എന്തോന്ന്? ഒന്നുമില്ല. എന്തുവാ പ്രശ്നം തനിക്ക്? ഇത് പൈസ വല്ലതും ചെലവാവോ? പറ, എത്ര വേണം, ഞാൻ തരാം, പറ. അല്ല, അതിപ്പോ ഈ പരസ്യം കൊടുക്കുന്നത് പല റേറ്റാന്നേ. ഫുൾ പേജ് ആണെങ്കിൽ ഇത്ര രൂപ, അല്ല പിന്നെ ഹാഫ് പേജ് ആണെങ്കിൽ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് കണക്കുണ്ട്. ഫുൾ പേജ് വേണം. ആ, അത് വേണം, അത് വേണം. കളർ ആയിരിക്കണം സംഗതി. ആ, അപ്പൊ നോക്കാം. അതാ പറഞ്ഞു. ഇന്റർവ്യൂ വന്നേ പറ്റും. കൊച്ചമ്മ ചായ എടുത്ത് കൊടുത്തോ. ആ, അയ്യ, അല്ല മാഡം, വേറൊരു കാര്യമുണ്ട്. എന്തോ കാര്യമാ? മാഡം പാടുവോ? പാടുവോന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് എനിക്കൊരു കാര്യം അറിയാം. പെയിന്റിങ് അറിയാം. ആ, കൊച്ചമ്മക്ക് പെയിന്റിങ് അറിയാമോ? നന്നായിട്ട് paint ചെയ്യും. നല്ല ആളായിപ്പോയി. നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്ന ഇത്രയും കാശ് മുടക്കി ആൾക്കാർ വെച്ച് പെയിന്റ് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. പെയിന്റിങ് അല്ല, ചിത്രരചന പെയിന്റിങ്. മാഡം, വ്യാവസായിക ലോകത്തെ ചിത്രകാരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടമ്മ മാസികയില്ലേ അതിനകത്തൊരു 4, 5, 6, 7, 8 പേജ് ഫുൾ റൈറ്റപ്പ് കൊടുക്കാം. മതി. ഒരു കാവ്യാത്മകമായ തലക്കെട്ട് ഞാൻ കൊടുക്കാം. ശരി, കളറില് മതി. അല്ല, അത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ സ്ത്രീകൾക്കിടയിൽ ഒരു സ്റ്റാർ ആയിരിക്കും. അറിയാന് പിന്നീട് എന്തോ വേണം, അത് മതിയണോ? ഇയാൾ എത്ര വേഗം ചെന്നിട്ട് അതിനുള്ള കാശും എന്തോന്ന് വെച്ചാൽ ചെലവാക്കി അതിനുള്ള ഏർപ്പാട് ചെയ്യും. പെട്ടെന്നാവട്ടെ. അയ്യോ, എന്തോന്ന്? പെട്ടെന്നാവട്ടെ. ആര്? പെട്ടെന്ന് ആവട്ടെ. നോക്കിയോളാം. വ്യവസായ ലോകത്തെ ചിത്രകാരി, കളറില് കാണിച്ചു കൊടുക്കാവടാ. ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ അടുത്താ കളി. വരരുചി ലോകത്തെ വിസ്മയം തീർക്കാൻ സുഹാസിനി. 4-5 പേജിലായിട്ട് നല്ല റൈറ്റപ്പ് ആണല്ലോ. രുചി കൂട്ടാൻ മാത്രമല്ല, നിറക്കൂട്ടിലും ശ്രദ്ധേയമായ വനിതാ വിസ്മയമാണ് സുഹാസിനി. നിറക്കൂട്ടിലും വല്ല അച്ചാറിലും കളർ ചേർക്കുന്ന കാര്യമായിരിക്കും അല്ലേ? എടി, നീ ആദ്യം അത് മുഴുവൻ വായിക്കും. സുഹാസിനി വരയ്ക്കുന്ന ചിത്രങ്ങൾ വൻവിലയ്ക്കാണ് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഓ, ഇങ്ങനെ കിട്ടുന്ന തുക എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ ഉത്തരം വായിച്ചത്. എന്തിനാ? നീലാംബരിയായ സ്ത്രീകൾ അവർക്ക് വേണ്ടിയാണ്. എന്തോ നമ്മ പറയുന്നത്, ഇങ്ങോട്ട് പോണീറ്റ്. നീലാംബരി അല്ല, നിരാലംബരായ. ഇതൊക്കെ സത്യമാണോ അണ്ണാ? ഇതൊക്കെ എന്ത്? അമ്മയ്ക്ക് വരയ്ക്കാൻ അറിയാം, പാടാൻ അറിയാം, കരാട്ടെ അറിയാം, വേണമെങ്കിൽ കുങ്ഫും പയറ്റും. അതൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട് അമ്മ. മരുമക്കളുമായി അമ്മായിയമ്മ വഴക്ക് കൂടാറുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വായിച്ചത്. മരുമക്കളാണ് എന്റെ ഊർജം. ആ ഊർജം നിന്നുപോയാൽ സുഹാസിനി എന്ന അമ്മായിയമ്മ ഇല്ല. കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ. അഥവാ എന്തെങ്കിലും സ്വരച്ചേർച്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കും, അല്ലെങ്കിൽ ഭജന പാടും. ഇതൊക്കെ ഈ വീട്ടമ്മ മാസിക വായിക്കുന്നവർ വിശ്വസിക്കും, വേറെ ആരും വിശ്വസിക്കത്തില്ല. ഭജന പാടും പോലും. അല്ല, അതിപ്പോ നമ്മുടെ DGP സന്ധ്യ മാഡം റിട്ടയർ ചെയ്തതിന് ശേഷമല്ലേ നമ്മളൊക്കെ അറിയുന്നത് വലിയ ചിത്രകാരിയായിരുന്നത്.
എനിക്ക് വയസ്സ് 60 കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ കലക്കും. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും. സത്യം. ഇതറിഞ്ഞപ്പോ മുതല് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. അല്ല, എന്തിനാ പറയുന്നത്, വീട്ടുകാര് വരെ ഞെട്ടിയിരിക്കുക. സന്തോഷം. കാണാം. ശരിക്കും അമ്മ ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞല്ലേ അമ്മ? ഓ, പ്രതീക്ഷയോട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പ്രതീക്ഷയോട് പറഞ്ഞിരുന്നു അമ്മ നന്നായിട്ട് പാടും പിന്നെ നന്നായിട്ട് വരയ്ക്കും എന്നൊക്കെ അല്ലേ അമ്മ? എന്നാലും ഇതൊക്കെ സുഹാസിനിയൊക്കെ വരച്ചത് തന്നെ. ഓ പിന്നെ അയ്യോ, ഞാനിത് ചുമ്മാ ഏതാണ്ടൊക്കെ ഒന്ന് വരച്ചേച്ച് ആ സ്റ്റോർ മുറിയിൽ ഇട്ടിരുന്നതാ. ദേ മുത്തും നമ്മുടെ മാനേജരും കൂടെ അതെല്ലാം കൂടെ എടുത്ത് തട്ടിക്കൊണ്ടത് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചു. അതും സന്തോഷം. സത്യം, ഭയങ്കരപ്പെട്ട പടങ്ങളാണ്. എനിക്ക് ആദ്യം നിങ്ങളെ പോലെ കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു. പക്ഷെ കൊച്ചമ്മ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് എനിക്ക് അതിന്റെ ആഴവും പരിപ്പും മനസ്സിലായത്. പരിപ്പാ? അല്ല, പരിപ്പും മനസ്സിലായത്. ഇതെന്തോ പടം? ഇതിലൊന്നും ഇല്ലല്ല. വരച്ചു വെച്ചിക്കണ? അല്ല, അത് സൂപ്പർ പടമാണ്. ഭയങ്കര അർത്ഥമാണ് അല്ലേ? ഇതിലെന്താ ഞാൻ പറഞ്ഞുതരാം. ആ പടത്തിന്റെ പേരെന്താ നിനക്കറിയോ? ഇല്ല. വിശപ്പ്. വിശപ്പാ? അതായത് ഈ വയറു വിശന്ന് കണ്ണു കാണാൻ വയ്യാതെ നമ്മള് കണ്ണൊരുമാതിരി ഇരുട്ടടച്ചു പോകുന്ന അവസ്ഥയില്ലേ, അതാണ് ആ പടം. അതാണ് വിശപ്പ് എന്ന പേര്. ഞാൻ 2 ദിവസം അനുഭവിച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥയായിരുന്നു. ഇരുട്ട്, മൊത്തം ഇരുട്ട്. ഷഷ്ടിപൂർത്തിക്ക് ശേഷമാണ് അമ്മക്ക് ഇതുപോലുള്ള കഴിവുകൾ പുറത്തു വരാൻ തുടങ്ങി. അയ്യോ പാവ, എന്റെ മോനെ എപ്പോഴും അങ്ങനെ എല്ലാം പതുക്കെ മനസ്സിലാക്കുക. അയ്യോ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മുടെ പിങ്കിമോക്കെ ഒരു പടം വരച്ചു കൊടുക്കണം സ്കൂളിൽ നിന്ന് പറഞ്ഞല്ലേ? ശരിയാണല്ലോ. സ്കൂളിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പടം വരയ്ക്കുന്ന ആരെങ്കിലും, അതായത് അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മയോ, അവരിൽ ആരെങ്കിലും ഒരാൾ ഒരു പടം വരച്ച് സ്കൂളിലിട്ട് എത്തിക്കണം എന്ന്. അപ്പൊ ഇനി അമ്മ വരച്ചു തരും. എന്താ പടം മക്കളെ അമ്മ വരയ്ക്കണ്ടേ? അതമ്മ ഒരു പുലി ചാടുന്നതാ. ഗർജിക്കുന്ന പുലി. പുലി ചാടുന്നത്. ഈ പുലിക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂലല്ലേ? ചാടും അങ്ങനെ. വരച്ചു കൊടുക്ക്. വരയ്ക്കും. പക്ഷേ എന്റെ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മക്കളെ, ഈ പുലി എന്നൊക്കെ പറയാൻ അതിന്റെ ഗുമ്മൊക്കെ അങ്ങ് പോയി. നേരം വെളുത്ത് പത്രം നോക്കിയാൽ പുലി ഇങ്ങോട്ട് പോയി ഒരുതരെ പിടിച്ചു, പുലി അങ്ങോട്ട് പോയി ഒരു പശുവിനെ പിടിച്ചു. ഇത് തന്നെ കണ്ട് മതിയായി പൊന്നു മക്കളെ. അമ്മമ്മ ഒരു കാര്യം ചെയ്യാം, നല്ല ഒരു ആമയുടെ പടം വരച്ചു തരാം. പോരാ, ആമ പോരാ, എനിക്ക് പുലി ചാടുന്ന പടം തന്നെ വേണം. പുലി തന്നെ വരച്ചു തരും. അയ്യോ, അതെ, വരയുടെ പുലി എടുത്താ പുലിയുടെ പടം വരയ്ക്കാൻ പറയുന്നത്. ഈ നിൽക്കുന്ന ആരാന്നാ വിചാരം? വരയും പുലിയാ? വരയും പുലിയാ? വരയുടെ പുലി. വരയുടെ പുലി. അതെ, എന്താന്ന് വെച്ചാ ചോദിച്ചു, വരച്ചു തരും. അല്ലേ, ഈ ബ്രഷും പേസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സുഹാസിനിയൊക്കെ ഞങ്ങൾ വരച്ചു തുടങ്ങട്ട്. വരയ്ക്കമ്മേ. എടാ മണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്കടാ. എനിക്കൊരു ശാന്തമായ അന്തരീക്ഷം വേണം. ചന്ത പോലെ എല്ലാരും കൂടെ ഇങ്ങനെ ഞാനെങ്ങനെയാ വരയ്ക്കുന്നേ? എല്ലാരും ഒന്ന് പറഞ്ഞോണ്ടിരിക്കട്ടെ. ഒരു കോൺസെൻട്രേഷൻ തരും. മാഡം പറഞ്ഞ ശരിയാ, കറക്റ്റ് ആണ്. എല്ലാരും ഒന്ന് പുറത്തോട്ട് പോയാൽ ഞാനും മാഡം ഒഴിച്ചിട്ട് ബാക്കി എല്ലാരും ഒന്ന് പുറത്തോട്ട് പോയാൽ. അങ്ങനെ ഞാനും മാഡം കൂടെ പുറത്ത് പോകാനാ പറഞ്ഞു. ബാഹർ എല്ലാരും ബാഹർ. പോട്ടെ. കൊച്ചമ്മ, എല്ലാ സാധനവും ഇരിപ്പുണ്ട് കേട്ടാ. കൊച്ചമ്മ ശാന്തമായിട്ട് നിങ്ങൾ വരയ്ക്കാം. വരയ്ക്കണേ അമ്മേ. വരയ്ക്കാൻ വേണ്ടി പോട്ടാ. ഇവിടെ എന്താ ഇത്രയും സകലകലാവല്ലഭ്യ സുഹാസിനെ ഞാനൊന്ന് കൺകുളിർക്കെ കാണുകയായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ല. ചെല്ല്, അത് അടയ്ക്കണേ പോകുമ്പോ. അടയ്ക്കാം. ചാടുന്ന പുലിയെ കൊണ്ട് വന്നിരിക്കുന്നത്. ഞാന് അതീവ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താ? നമ്മുടെ മാഡത്തിനെ കുറിച്ചുള്ള കാര്യമാണ്. മാഡത്തിന് ഈ ചിത്രകലയിൽ അവഗാഢമായിട്ടുള്ള ഒരു താല്പര്യവും. അവഗാഢമല്ല, അഗാധം. അത് മതി. അഗാധമായ കഴിവുകളുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ലോകം മാഡത്തിനെ അറിയപ്പെടുന്നത് ഒരു വ്യവസായി എന്ന നിലയിലായിരിക്കത്തില്ല, പിന്നെ ഒരു ചിത്രകാരി എന്ന നിലയിലായിരിക്കും. എനിക്ക് അങ്കോള എന്നൊരു കോള് വരാൻ സമയമായി. എവിടുന്ന്? അങ്കോള ഇന്ന്. അയ്യോ, അപ്പൊ നിങ്ങൾ പടം കാണാൻ വരുന്നില്ലേ? കാണാലോ.
കാണിച്ചു തരാം. അയ്യോ ഇത് 1.5 മണിക്കൂർ എടുക്കും കേട്ടാ. നീ ഇനി വന്നാണ് വയറ് വേസ്ന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരി. അരമണിക്കൂർ കൊണ്ട് എന്റെ കൊച്ചമ്മ വരച്ചു തീർക്കും. കണ്ടോ, പുലിയെ വരച്ച വരൽ നിർത്തും. അല്ല മാനേജറെ, ഇന്ന് അറിയല്ലേ അമ്മയുടെ വിളയാട്ടം? എന്താ വിളയാട്ടം? പ്രതിഭ വിളയാട്ടം. കളിയാക്കലുണ്ടോ? അയ്യേ 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 അയ്യേ. ഒന്നും പറയാനില്ല. ഒന്നും പറയാതിരിക്കുന്നത് തന്നെടേ നല്ലത്. സത്യം പറയാലോ, ഇടുക്കി കളഞ്ഞു. ഗംഭീരം, അതിഗംഭീരം. ഇത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടും. എങ്ങനെയുണ്ട് മാനേജരെ? കൊള്ളാം. അതേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലുള്ള ചിത്രങ്ങൾ രചിച്ച് എനിക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പുലി ഇത്രയൊക്കെ ചാടിയാൽ മതി. പക്ഷെ മാഡം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുലി ഒരു ഇച്ചിരൂടെ ചാടിയാൽ ഒരു ഭംഗിയായേനെ. അപ്പൊ ഞാനങ്ങോട്ട് ഒരു പുലിക്ക് ഈ ഗതികേടുണ്ടായിരുന്നാൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു.